നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ MLA സ്ഥാനം രാജിവെക്കാൻ പോകുന്നില്ല എന്ന ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ രാജി എന്ന് പറഞ്ഞ് ഇയാളുടെ പിന്നാലെ നടന്നു. ദിവസങ്ങളോളം ഈ ഒരു രാജിവെക്കും എന്നൊരു പ്രതീതി നൽകിക്കൊണ്ട് ഒടുവിൽ രാജിവെക്കില്ല എന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ലഭ്യരായി നിൽക്കുന്നൊരു കാഴ്ചയാണ് കോൺഗ്രസിൽ നമ്മൾ കാണുന്നത്. UDFന്റെ ഭാഗമായ മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ അതൃപ്തിയുണ്ട്. അവർക്ക് പലതും വിളിച്ചു പറയണം എന്നുണ്ടെങ്കിലും ആരും മിണ്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് അവറിലെ ചർച്ചയിൽ അഡ്വക്കേറ്റ് S ജയശങ്കർ ചില കാര്യങ്ങൾ പറഞ്ഞത്. ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പണ്ടാരോട് പറഞ്ഞു വിട്ട് പുഴ വറ്റിയും പോയി തുടലറ്റും പോയി കഴിഞ്ഞാൽ പട്ടി അക്കരെ നിക്കരെ ഒന്ന് കടിക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഭയമോ അങ്ങനത്തെ ഒരു ഭീതിയോ മാത്രമാണ്. ഇത് യഥാർത്ഥത്തിലൊരു വിഷയമല്ല. ഇത് കാറ്റിൽപ്പെട്ട് ഈ കപ്പലിങ്ങനെ ഉലയുകയാണ്. അപ്പോൾ അതിലെ ആളുടെ ഭാരം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കുറ്റാരോപിതനായ ആളെടുത്തിട്ട് നമ്മൾ കടലിലേക്ക് എടുക്കുക. ആ പരിപാടിയാണ് ഇപ്പോൾ കോൺഗ്രസ്സിനെ ഉദ്ദേശിക്കുന്നത്. നിയമപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ ധാർമ്മികമായിട്ട് പോലുമോ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട സാഹചര്യമില്ല. അല്ല, രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ സതീശനും മറ്റുമൊക്കെ നിവർന്നു നിന്ന് പറയാം, കണ്ടോ കുറ്റാരോപണ വിധനായ വ്യക്തിയെ, കളങ്കിതനായ വ്യക്തിയെ ഞങ്ങൾ അപ്പം തന്നെ പിടിച്ച് പുറത്താക്കി. അതാണ് ഇതിലെ ഏറ്റവും വലിയ മിസ്റ്ററി. കാരണം ഈ രാഹുൽ മാങ്കൂട്ടോ അങ്ങനെ കരുണാകരനെ പോലെയോ ആന്റണിയെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ വലിയ തൻ്റെ ഉള്ള നേതാവൊന്നുമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വിവാദം ഉയരുകയാണെങ്കിൽ അത് കേരളത്തിലെ വോട്ടർമാരെ നല്ല രീതിയിൽ സ്വാധീനിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് സഹോദരിമാരാണ്, സ്ത്രീകളാണ്. നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ഈ അവരുടെ മാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അവർ ശക്തമായി അത് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ വോട്ട് ചെയ്ത് അത് രേഖപ്പെടുത്തും, പ്രതിഷേധമായി രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ജയശങ്കർ പറഞ്ഞതുപോലെ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി തോൽക്കാമെങ്കിൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും പറവൂരിൽ VD സതീശനൊക്കെ തോറ്റു തുന്നം പാടുന്ന കാഴ്ച വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടി വരും. ഈ തരത്തിൽ രാഹുലിനെ സംരക്ഷിച്ച് ഇവർ ഇങ്ങനെ കൂടെ കൂട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ അത്തരത്തിൽ ചില സംഭവങ്ങൾ കാണേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം സ്ത്രീകൾ കൃത്യമായി മറുപടി നൽകും. കാരണം ഇത് ഇന്നലെ ഇവരറിഞ്ഞ കാര്യമല്ല. കുറേ മുമ്പ് തന്നെ ഈ രാഹുലിൻ്റെ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ, മോശം പെരുമാറ്റങ്ങളൊക്കെ, ഇതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ തന്നെ ഈ മുതിർന്ന നേതാക്കൾക്ക് അറിയാമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് പത്തനംതിട്ടയിലുള്ള ഈ രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിച്ച് ഇവർ മത്സരിപ്പിച്ച് അവിടെ വിജയിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്ന ഈ മുതിർന്ന നേതാക്കൾക്കൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഈ ഹരിപ്പാടൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയ മണ്ഡലങ്ങളാണ്. ഇത്തരത്തിൽ ഹരിപ്പാട്, അതേപോലെ ആറ്റിങ്ങലൊക്കെ ഉൾപ്പെടുന്ന V മുരളീധരൻ വലിയ മുന്നേറ്റം നടത്തിയ നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ലോക്സഭാ മണ്ഡലങ്ങളിൽപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ. അപ്പോൾ BJPക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഇനി ചെന്നിത്തലയെ ശോഭാ സുരേന്ദ്രൻ മലർത്തിയടിക്കുമോ അല്ലെങ്കിൽ LDFൽ ആരെങ്കിലും മലർത്തിയടിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്തായാലും പ്രതിപക്ഷ നേതാവായി വിലസി നടക്കുന്ന VD സതീശനും അത്ര നല്ല കാര്യമല്ല. അത് മാത്രമല്ല, ഇവരിൽ മാത്രം ഒതുങ്ങുന്നില്ല. മുതിർന്ന നേതാക്കളെ കണ്ടെത്തി തോൽപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. റെജീന ഉയർത്തിവിട്ട ഒരു വിവാദത്തിലാണ് കുഞ്ഞാലിക്കുട്ടിക്ക് തോൽവി നേരിടേണ്ടി വന്നത്. അതേപോലെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പോകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ S ജയശങ്കർ നൽകുന്നത്.